എൻ്റെ പേര് അജിത. ഞാനൊരു ലൈബ്രറിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവനെ ഒരു മാസമായപ്പോൾ കിട്ടിയതിന് ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഇവന് ഞാനുമായിട്ടാണ് കൂടുതൽ അടുപ്പം. ഞാനാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം. പിന്നെ ഇവൻ വന്നതിന് ശേഷം എനിക്കും ടൈം പാസ്സുമായി എല്ലാമായി. ഇത് യൂറോ, അമേരിക്കൻ ബുള്ളി ടൈപ്പാണ്. ഇത് സ്റ്റാൻഡേർഡാണ്. ഇത് യൂറോ, ഇത് ഡോളർ. ഡോളറിനിപ്പോൾ 2 വയസ്സ് കഴിയും. യൂറോയ്ക്കിപ്പോൾ 9 മാസമായി. അത് സാറയ്ക്കിപ്പോൾ 4 മാസം പ്രായമായി. ഡോളറിൻ്റെ മക്കളാണ് ഇത് രണ്ടുപേരും. അത് മോൻ്റെ ഇഷ്ടത്തിനാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പട്ടിയെ അത് ഞങ്ങൾക്ക് നേരത്തെ 2 പപ്പീസ് ഉണ്ടായിരുന്നു. അത് ക്രോസായിരുന്നു. ഒന്ന് സാധാ പട്ടിക തന്നെയായിരുന്നു. പിന്നെ കുറേ ഒരെണ്ണം ഡാഷുമായിരുന്നു. പിന്നെ ഞങ്ങൾ അന്നേരം നാട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ട്. ചേർത്തല കുത്തിയതോടായിരുന്നു. അവിടുന്ന് പിന്നെ ഫ്ലാറ്റിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടിയെ വളർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതിനെ ഞങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇവനെ ഡോളറിനെ കൊണ്ടുവന്നത്. പട്ടിയെ നമുക്ക് പൊതുവേ മൃഗങ്ങളോടെല്ലാം ഭയങ്കര കാര്യമായതുകൊണ്ട് പട്ടിയെ അങ്ങനെ കൊണ്ടുവന്നതാണ്. അവനെ പത്തനംതിട്ടയിൽ നിന്നാണ് മേടിച്ചത്. ഒരു 30 ദിവസം പ്രായമായപ്പോഴാണ് കൊണ്ടുവന്നത്. അവന് നമ്മൾ മറ്റേതായിരുന്നപ്പോൾ നമ്മൾ പുറത്തായിരുന്നല്ലോ വളർത്തിക്കൊണ്ടിരുന്നത്. ഇവൻ നമ്മൾ ഫ്ലാറ്റിലായിരുന്നപ്പോൾ ഇവന് നമ്മുടെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അതിപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. എൻ്റെ കൂടെ പുതപ്പിനടിയിൽ അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ എവിടെ കിടക്കുന്നു അതിൻ്റെ അടുത്തേ അവൻ കിടക്കുള്ളൂ. ഞാൻ എപ്പോൾ ഉറങ്ങാൻ പോകണോ ആ സമയം നോക്കി അവൻ എൻ്റെ കൂടെ വന്ന് കിടക്കുന്നത്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെ എഴുന്നേറ്റ് പോരും. അത് കഴിയുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കും. രാവിലെ എന്നാണ്ടി ഫുഡാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ചിക്കനോ ബീഫോ എന്തെങ്കിലും നിർബന്ധമായിട്ട് അവന് വേണം. അത് കൊടുക്കും. പിന്നെ നമ്മൾ നടക്കുന്ന പുറകെയൊക്കെ നടക്കും. രാത്രി കിടക്കുമ്പോഴാണെങ്കിൽ അവന് പച്ചക്കറി നിർബന്ധമാണ്, ക്യാരറ്റ്. അതും എന്തെങ്കിലും കഴിച്ചുകൊണ്ടേ അവൻ കിടക്കുള്ളൂ. നമ്മൾ എവിടെ നടക്കുന്നു ആ പുറകെയൊക്കെ അങ്ങനെ ഉണ്ടാവും. ഞാൻ അടുക്കള പോയിരിക്കുകയാണെങ്കിൽ അടുക്കളയിൽ അവനുണ്ടാവും. കുറേ അന്വേഷിച്ചാണ്, പക്ഷേ പെട്ടെന്ന് കിട്ടിയ എനിക്ക് അമേരിക്കൻ പുള്ളിയാണ്. അപ്പോൾ എനിക്കറിയില്ല അതെങ്ങനെ കാര്യങ്ങളൊന്നും. പിന്നെ എടുത്ത് കണ്ടാണ് പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണേ. യൂട്യൂബിലും കാറിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ബാക്കി അറിയണത്. കമ്പാനിയൻ ഡോഗാന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇട്ട് വളർത്തിയതുകൊണ്ട് വേറെ കുഴപ്പമില്ല. അങ്ങനെ പോയാൽ മതി. പിന്നെ രാവിലെയും വൈകിട്ടും വാക്കിങ്ങിനുണ്ടാവും. ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു അരമണിക്കൂർ നടത്തിക്കും. അങ്ങനെ പിന്നെ വീണ്ടും ഓഫ് ലീസ്റ്റിലായിരിക്കും ഫുൾ വീട്ടിൽ തന്നെ. അപ്പം അങ്ങനത്തെ എക്സസൈസ് മാത്രം. പിന്നെ റോപ്പിൽ വലിപ്പിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ. അങ്ങനെ പേടിയൊന്നും തോന്നില്ല. വെച്ചാൽ അവനെ നമ്മുടെ കൂടെ തന്നെ വളർത്തുന്നതുകൊണ്ട് അവൻ അങ്ങനെ വയലൻ്റ് ഒന്നും അല്ലല്ലോ. അവൻ എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ്. നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും അവരുടെ സ്വഭാവം. ഇത് എല്ലാവരുമായിട്ട് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ വളർത്തുന്നതുകൊണ്ട് അവൻ്റെ യാതൊരു വയലൻറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷെ പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളെ കാണുമ്പോൾ മാത്രമേ അവന് ഓട്ടമുള്ളൂ. അല്ലാണ്ട് ആൾക്കാരോട് ഭയങ്കര സ്നേഹമാണ്. ഇപ്പം അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട്. അവരാണ് വൈകുന്നേരം നടക്കാൻ കൊണ്ടുപോകുന്നതും എല്ലാം. അതുമായിട്ടെല്ലാം ഇങ്ങനെ പോയിക്കോളും. പിന്നെ വണ്ടികൾ കാണുമ്പോൾ വണ്ടിയുടെ വീലിങ്ങനെ കറങ്ങുന്ന കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും അവന്. അല്ലാണ്ട് ആൾക്കാരോടൊന്നും യാതൊരു ഇതുമില്ല. 3 പേരും അങ്ങനെ പ്രത്യേകിച്ച് 3 പേരും ഭയങ്കര ഇവർ തമ്മിൽ 3 പേരും കൂടെ എവിടെ കിടന്നാലും ഒരു 3 പേരും കൂടെ ഒരുമിച്ചേ കിടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവരെ 3 പേരെയും കൂടിയാണ് കൊണ്ടുപോകണത്. പിന്നെ നടക്കാൻ കൊണ്ടുപോകണതും അങ്ങനെ തന്നെയാണ്. 3 പേര്. ഇവള് കുറച്ച് സൈലൻ്റാണ്, യൂറോ. അത് പിന്നെ ചെറുതാണല്ലോ. ഇവന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ഈ അകത്ത് തന്നെ ഇട്ടാണ് വളർത്തുന്നത്. കെട്ടിയിടാറില്ല. ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ അവരെ കെട്ടിയിടാറുള്ളൂ. അല്ലാതെ നമ്മൾ അഴിച്ചു തന്നെ വിട്ടേക്കുന്നത്. അവരെ കെട്ടിയിടാറേ ഇല്ല. നമ്മൾ കൂടും കാര്യങ്ങളും ഒന്നുമില്ല ഇവർക്ക്. രാവിലെ തന്നെ വിളിച്ച് എണീപ്പിക്കുന്ന വരാൻ തന്നെ ഉറക്കത്തിൽ നിന്ന്. പിന്നെ എൻ്റെ ഒപ്പം ഉണ്ടാവും 24 hours. വർക്കിന് പോയിട്ട് വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വിറപ്പം തന്നെ. വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുള്ള് വിറപ്പം തന്നെ ഇരിക്കും. ഇപ്പം എന്നെ അങ്ങനെ ഭക്ഷണത്തോട് വലിയ താല്പര്യമില്ല. എന്നാലും ചിക്കനും ചോറും അതുപോലെ തന്നെ എന്നാണ്ടിയൊക്കെ ഫേവറേറ്റ്. എന്നാലും വലിയ താല്പര്യമില്ല ഫുഡിനോട്. അങ്ങനെ നമ്മൾ വായിൽ വെച്ച് കൊടുക്കണം, എന്നാലും അരിക്കത്തുള്ളൂ. ഇവൻ്റെ ഡോളറിൻ്റെ കുട്ടി തന്നെയാണ് അതും. അതിൻ്റെ പേര് ലൂക്ക. അത് മോൻ്റെ ഫ്രണ്ടിൽ കൊടുത്തതാണ്. ലൂക്ക ആക്ച്വലി ഡോളറിൻ്റെ പപ്പിയാണ്, മെയിലാണ്. അമേരിക്കൻ പുള്ളി തന്നെ സ്റ്റാൻഡേർഡ് സൈസാണ്. ആളിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് അമേരിക്കൻ പുള്ളി എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ടാവും. കറൻ്റ്ലി കാണുമ്പോൾ പെട്ടെന്ന് ഭീകരമായൊരു രൂപം. പക്ഷേ ഇതൊക്കെ വെറുതെയാണ്. ഈ പറഞ്ഞ പോലെ ഞാനും ഇവനെ ആദ്യം എടുത്ത സമയത്ത് എനിക്ക് ഡോളറിനെ കണ്ടപ്പോൾ തോന്നി എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ വീട്ടുകാർ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇവനെ കൊണ്ടുവന്ന സമയത്ത്, വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ആൾക്ക് ഇവനെ കാണാണ്ട് പറ്റില്ല. വീട്ടിലാണെങ്കിലും ആർക്കും കാണാണ്ട് പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറി. പിന്നെ ഇപ്പോൾ ഇവനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പെറ്റ്സ് ഇപ്പം നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞ് നല്ല പ്രഷറിലൊക്കെ വന്ന് വീട്ടിലോട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ
ഇപ്പം നമ്മളിപ്പം ഓഫീസിലൊക്കെ വളരെ ടെൻസ്ഡ് ആയിരിക്കും, എന്തെങ്കിലും കാര്യമുണ്ടോ. അപ്പോൾ ഇവൻ ആദ്യം തന്നെ നമ്മൾ വന്നിരിക്കുന്ന പാടെ നമ്മൾ ആദ്യം മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഇവൻ ചുമ്മാ നമ്മുടെ വട്ടമൊക്കെ 2 റൗണ്ട് നടക്കും, നമ്മുടെ മൂഡൊക്കെ എങ്ങനെയാണെന്ന് നോക്കും. പതുക്കെ ആൾ നമ്മുടെ സൈഡിൽ നിന്ന് ഉരച്ചൊക്കെ നോക്കും, പതുക്കെ മടിയിൽ കയറി അവിടെ ഇരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും, വളരെ റിലാക്സ്. ഈ പറഞ്ഞ പോലെ പെറ്റ്സ് ഉള്ള എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നമുക്ക് നമ്മുടെ പെറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കൊരു സമാധാനം. പിന്നെ ഇവനെ എവിടെ ഇട്ടിട്ട് പോകത്തൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, അപ്പം എവിടെയെങ്കിലും ഒന്ന് പോയാൽ പോലും ഇവനെ കൊണ്ടുപോകും, എവിടെ പോയാലും കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഇവനെ കൊണ്ടുപോകും, വണ്ടിക്കകത്തുണ്ടാവും, ഫുൾ ടൈം ഇവനുണ്ടാവും. ഒരു 15 മിനിറ്റ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ബേബീനെ പോലെ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, ആകെ സങ്കടമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവനെ കൊണ്ടുവരാണ്ട് പോകേണ്ട അവസ്ഥ വന്നാൽ പോലും ഒരു 100 വട്ടം വിളിച്ച് ചോദിക്കുക, എവിടെ ലൂക്ക് എന്തി വീഡിയോ കോൾ ചെയ്ത് നോക്കും. ഇപ്പോൾ ആൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ക്രോപ്പൊക്കെ ചെയ്ത് കുറച്ച് സങ്കടത്തിലൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ശരിയായി, ഓക്കെയാണ്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക, ഒരു കറക്റ്റ് പ്ലാനൊക്കെയാണോ ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുക്കില്ല. ഈ പറഞ്ഞ പോലെ രാവിലെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ പാല് കൊടുക്കും, നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് പാല് കൊടുക്കും, എണ്ണാണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ ചോറ് കഴിക്കും. ചോറിൽ എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുട്ടയോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. വേറെ പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, അത്ര എക്സ്പെൻസീവായിട്ടും തിങ്കേണ്ട കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ അവർക്ക് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ സവോള, ഈ പറഞ്ഞ പോലെ അധികം സ്പൈസി ആയിട്ടുള്ള മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർത്തുള്ള ഭക്ഷണം കൊടുക്കരുത്. അതൊക്കെ നോക്കാറുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ നോർമലായിട്ട് നമുക്ക് ഒരു ഡോഗിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പം എൻ്റെ പരിപാടി മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടായി. അതിങ്ങനെ പറയുകയെന്ന് വെച്ചാൽ എന്താ പറയുക, പറയാനായിട്ടൊന്നും ആര് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവൻ വന്നതോട് പിന്നെ ഫുൾ ഫ്രീ ആയിരിക്കും ഇവരെ ഉള്ളതുകൊണ്ട്. വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തൊന്നും ഇരുന്നാൽ മതി, ഫുൾ ഫ്രീ ആയിരിക്കും. പിന്നെ നമ്മൾ മക്കളെക്കാരും കാര്യമായിട്ട് കെയർ ചെയ്താണ് അവരെ നോക്കുന്നത്. അവരുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ ചെയ്യൂ. അതവർക്ക് ഇഷ്ടമല്ല. അവർ അതാ പറഞ്ഞത്, എൻ്റെ അടുക്കലൊന്നും ഇരിക്കാൻ പോലും അവർ സമ്മതിക്കുകയല്ല. ഞാൻ എവിടെ ഇരിക്കുന്നോ അതിൻ്റെ അടുത്ത് വന്ന് ഇവൻ മാറിയിരിക്കും. അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് അവൻ കയറിയിരിക്കും. ആരും വന്നാലും അവരുടെ അടുക്കലിരിക്കാനും സമ്മതിക്കുകയില്ല, കൂടുതൽ വർത്തമാനം പറയാനും സമ്മതിക്കുകയില്ല. അപ്പോൾ അവൻ വന്ന് അടുക്കലിരിക്കും. ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയിരിക്കും. അവർ ദേഷ്യത്തിലാണോ സംസാരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് വെച്ചാൽ അവർ ഓടിച്ചുവിടും. അതിപ്പോൾ ഇവരാ മക്കളാണെങ്കിൽ കൂടി അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവനില്ലാണ്ട് പറ്റൂല. അതാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആ ഒരു രീതിയിൽ തന്നെയാണ് ആൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയുക, ഏതൊരു കാര്യം ആയിക്കോട്ടെ. ഇപ്പം ഇവന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടെന്ന് വെക്കണോ, അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് വേണ്ടെന്ന് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടെന്ന് വയ്ക്കും, അത്രേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞിട്ടേ നമുക്ക് എന്തും ഉള്ളൂ. അത് തന്നെ.